ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പമാണ്. നമുക്ക് ആദ്യം അതിനു വേണ്ടി 4 പാളയം കുടമ്പഴ എടുത്തിട്ടുണ്ട്, അതൊന്ന് അടിച്ചെടുക്കാം. ഉണ്ണിയപ്പത്തിന് ശർക്കരപ്പാനി റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചൊഴിച്ച് നമുക്ക് ഈ പഴം അടിച്ചെടുക്കാം. പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ പഴവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി 250 ഗ്രാം ശർക്കരയാണ് ഇവിടെ ഉരുക്കി വെച്ചിരിക്കുന്നത്. അതിന് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ഇളക്കിയെടുക്കാം. നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് ഹാർഡാവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ മൈദ റവ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം, നോക്കിയിട്ട് ഒഴിക്കാവുള്ളൂ. നമുക്കിതിലേക്ക് ഇനി കുറച്ച് വെള്ളത്തിൻ്റെ കൂടെ ആവശ്യമുണ്ട്, നമുക്കത് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ പരുവത്തിന് ഇരുന്നാൽ മതി. ഇത്രയും വെള്ളമാകാവുള്ളൂ, കൂടി പോകണ്ട, കുറഞ്ഞും പോകണ്ട. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ ഉണ്ണിയപ്പ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ആയിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.